ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ തളപതി വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. വിജയ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ എങ്ങനെ എല്ലാവരിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അതിലാദ്യം അദ്ദേഹത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് വീഡിയോ എന്ന് ഉൾപ്പെടെ അദ്ദേഹം അവസാനമായി അഭിനയിക്കുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പൊ പുറത്തു വന്നു. അതിന്റെ ഒരു ഫസ്റ്റ് ഗ്ലിംസോ അല്ലെങ്കിൽ ഫസ്റ്റ് സോങ്ങോ പുറത്തു വരാൻ പോവാണ്. അത് പിറന്നാളിന് അന്ന് രാത്രി 12 മണിക്ക് 21-ാം തീയതി 12 മണിക്ക് അപ്ഡേറ്റ് വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണത്. അപ്പോൾ അത് തുടങ്ങാം. അപ്പോൾ വിജയ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഇപ്പോൾ തമിഴ്നാട്ടില് അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കിങ് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് എന്ത് തരത്തിലുള്ള റിവ്യൂ വരുന്നു എന്നുള്ളത് പോലും ബാധിക്കാത്ത തരത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ വരുന്നുണ്ട്. വിജയ് എന്ന് പറഞ്ഞ ഒരു ആക്ടറെ എങ്ങനെയാണ് ഓരോരുത്തരായിട്ട് ആദ്യം കാണുന്നത്? എന്താ അതിന്റെ ഒരു അനുഭവം? എനിക്ക് തോന്നണം ഞാൻ വിജയുടെ ഇപ്പോ രജനീകാന്ത് എന്ന് പറഞ്ഞൊരു ആക്ടറിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കമൽഹാസനൊക്കെ തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് എന്റെ മുമ്പത്തെ തലമുറയൊക്കെ അവരുടെ ഫാൻ ബേസിൽ ഉണ്ടായിരുന്ന ആളുകൾ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ആരാധിക്കാൻ അങ്ങനെ ഒരു ഇത് എന്നുള്ളതില്ല. പിന്നെ ഭയങ്കര ഒരു ഫാന് എന്നുള്ള നിലക്കൊന്നും ഇതാക്കാൻ ഇതുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ചെറുതാണ്. അപ്പൊ നമ്മള് കുറെ സിനിമകൾ കുറെ ആൾക്കാരെ കൂടെ പോയിട്ടാണ് കാണുന്നത്. ഞാൻ വിജയുടെ ആദ്യമായിട്ട് കാണുന്ന സിനിമ കാതൽക്ക് മര്യാദയാണ് തിയേറ്ററിൽ നിന്ന്. നമ്മുടെ അനിയത്തിപ്രാവ് റീമേക്ക് ചെയ്ത് തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് അത് വിജയുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പൂവനക്കായ്ക്ക് ശേഷം വന്ന ഫസ്റ്റ് പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിം അല്ലെങ്കിൽ ലവ് ടുഡേക്ക് ശേഷം വന്ന അത് തമിഴ്നാട്ടിൽ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു. ഫാസിൽ തന്നെ ചെയ്തതിന്റെ ഒരു വൃത്തി ഉണ്ട് അതില്. അതെ, ശാലിനി തന്നെ അഭിനയിച്ചിരുന്നു. വിജയ്ക്ക് അതില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അതില് വിജയുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. അതാണ് വിജയ് എന്ന് പറഞ്ഞ ആക്ടറെ ആദ്യമായിട്ട് നമ്മള് കാണുന്ന, അതായത് അതിന്റെ ലെവലിൽ അതായത് ഒരു പുതിയ ആള് വന്നിരിക്കുന്നു എന്നുള്ള ലെവലിൽ കണ്ടു തുടങ്ങിയത്. ഞാൻ അതിനുശേഷം TV-യിലാണ് പൂവനക്കാകെയൊക്കെ കാണുന്നത്. പൂവനക്കാക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഫേമസ് ആയിരുന്നു. ആ ആനന്ദം എന്നുള്ള പാട്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ അന്ന് ഡയറക്ടർ വിക്രം അങ്ങനൊന്നും അറിയില്ല. അപ്പൊ ഇതിപ്പോ ഈ അനിയത്തിപ്രാവ് കണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ റീമേക്ക് റിലീസാവും. ഇതാണ് നമ്മളെ ഇവിടെ ഉള്ള അടുത്തുള്ള തിയേറ്ററിൽ തന്നെ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നീ ആദ്യം? ഞാൻ ആദ്യം കാണുന്നത് ഗില്ലി എന്ന് പറഞ്ഞ സിനിമ. അത് വന്നിട്ട് TV-യിലാണ് കാണുന്നത്. ചെറുതാണ് ഞാൻ. പക്ഷെ ആ സിനിമ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണുന്നതിന്റെ ഒരു രസം ഉണ്ടല്ലോ, ഇപ്പോഴും അതുണ്ട്. പക്ഷെ അന്ന് അത് കാണുന്ന സമയത്ത് നല്ല പാട്ടുകള്, ആക്ഷൻ, കോമഡിക്ക് കോമഡി എല്ലാം കൂടി പാക്ഡ് ആണ് സിനിമ. പിന്നീട് വലുതായതിനു ശേഷമാണ് അതൊരു റീമേക്ക് ആണെന്ന് പറയുന്നത്. എന്നിട്ട് റീമേക്ക് സിനിമ ഞാൻ കണ്ടു നോക്കി. പക്ഷെ അത് രണ്ട് സിനിമയോ ഭയങ്കര വ്യത്യാസം സിനിമ. അത് അവിടെ ഹിറ്റാണ്, ഇതിവിടെ അങ്ങനെ. നമ്മളെ എപ്പോഴും സാധാരണ ആൾക്കാർ ചെയ്യണ മാതിരി ഒരെണ്ണത്തിനെ പുകഴ്ത്താൻ മറ്റെണ്ണത്തിനെ കാരണം തെലുങ്കില് മഹേഷ് ബാബുവിന്റെ ഒപ്പിട് തന്നെയാണ്. അതിന്ന് വന്ന സിനിമയാണെന്നുള്ളത്. അതായത് ഇപ്പൊ പോക്കിരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചില ആൾക്കാരെങ്കിലും പറയും തെലുങ്ക് പോക്കിരി ആണ്. അതാണ് മെയിൻ. കാരണം മാനറിസം വൈസ് വരെ മഹേഷ് ബാബുവിന്റെ വിജയ് ചെയ്തിട്ടുണ്ട്. അത് നീ ആദ്യം കാണുന്ന സിനിമ? ഞാൻ എനിക്ക് തോന്നുന്നു വേട്ടക്കാരൻ, അതൊക്കെയാണ് മ്യൂസിക്കില് വീഡിയോ. അതെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ഡാൻസ്, അദ്ദേഹത്തിന്റെ ആ കരിസ്മ, അങ്ങനെ കുറച്ച് ആൾക്കാർ അതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കണത്. അതായിട്ട് ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഡാൻസ് ഇതൊക്കെ കണ്ടിട്ട് എന്റെ വിചാരം ഇയാൾ ഇങ്ങനെ തന്നെയാണ് ബിഹേവിംഗ് എന്ന് വിചാരിക്കുന്നിടത്ത് ഓഫ് സ്ക്രീൻ ആള് വേറെ സംഭവം ഉണ്ടല്ലോ. ഇനി അവിടെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കസിൻസ് നിങ്ങള് എന്താ പറയാ ബ്രദേഴ്സ് എല്ലാരും വിജയ് ഫാൻസ് ആണല്ലോ. അപ്പോ അങ്ങനെ നമ്മൾ പുള്ളിയുടെ അങ്ങനെ പടം കാണുമ്പോ ഞാൻ ഫസ്റ്റ് കണ്ടത് ഗില്ലി, പോക്കിരി, TV-യിൽ തന്നെ കാണുന്നത്. ഗില്ലി വളരെ രസകരമായിട്ടുള്ള സിനിമയാണല്ലോ. കാരണം അയാള് ഒരു പെണ്ണിനെ രക്ഷിക്കാൻ പോകുന്നു, ഒരു അനാവശ്യത്തെ പ്രശ്നത്തിൽ പുള്ളി പോയി പെടുന്നതാണ്. കാരണം പിന്നെ നമുക്ക് പ്രകാശ് രാജിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. കാരണം വില്ലനാണെങ്കിൽ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള വില്ലൻ. അപ്പൊ അങ്ങനെ രസകരമായിട്ട് രസിച്ച് കണ്ട പടം തന്നെയാണ് അത്. അതിനുശേഷം പിന്നെയാണ് പോക്കിരി ഒക്കെ TV-യിൽ തന്നെ കണ്ടത്. അങ്ങനെ പുള്ളിനെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആദ്യമായിട്ട്. ഫസ്റ്റ് തിയേറ്ററിൽ നിന്ന് എല്ലാവരും കണ്ട സിനിമ ഏതാ വിജയുടെ? ഞാനിപ്പോ കാതൽക്ക് മര്യാദ ഞാൻ പറഞ്ഞു. നീ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്? ഞാൻ തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന സിനിമ നൻപനാണ്. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം മുന്നൊന്നും കാണാൻ പോയിട്ട് പറ്റാത്ത സിറ്റുവേഷൻസ് കാരണം
നൻപനാണ് ഫസ്റ്റ് തിയേറ്ററിൽ കാണുന്ന സിനിമ. നിങ്ങൾ മൂന്ന് ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തിയേറ്ററിൽ ആ സത്യന്റെ പ്രസംഗ സീനിന് ഇങ്ങനെ ചിരിക്കുന്ന എനിക്ക് അയാളാ പറയുന്നത് എന്താ വെച്ചാൽ നമ്മള് 3 Idiots കണ്ടിട്ട് ഈ സിനിമ കാണാറുണ്ട്. 3 Idiotsന്റെ ടീമൊക്കെ നമുക്കറിയാം. നമ്മള് ശരിക്കും ശങ്കറിന്റെ പോപ്പന ഒരു ആക്ഷൻ ഫിലിമോ അങ്ങനൊക്കെ വന്നിരുന്നെങ്കിൽ വിചാരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നൻപൻ ഒരു നിരാശയായിരുന്നു നടന്നത്. അത് വെച്ച് കഴിഞ്ഞാല് ശിവാജി, എന്തിരൻ ഈ 2 സിനിമയെ കണ്ടതിന് ശേഷം ശങ്കരൻ നമുക്ക് ഇഷ്ടം തോന്നും. പോരാത്തിന് അന്യൻ, ജെന്റിൽമാനൊക്കെ ടിവിന്ന് കണ്ടിട്ട് നമ്മൾ ഇയ്യോ വിജയുടെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് അതെ പക്ഷെ പിന്നീടാണ് ആ സിനിമ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായത്. വിജയുടെ കരിയറിൽ ഭയങ്കരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സീക്വൻസ് ഇല്ലാത്ത ഭയങ്കര ഒരു അടിസ്ഥിതി പോലും ഓപ്പണിംഗ് സോങ്, വിജയുടെ ഓപ്പണിംഗ് ഡാൻസോ ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തൊരു സിനിമയാണ്. പോലും ക്യാരക്ടറിലേക്ക് പാരി എന്നുള്ള ക്യാരക്ടർ അങ്ങനെ കൊണ്ടുവന്നിട്ട് പഞ്ചവൻ പാരിവേന്ദൻ കസക്സി കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് ഭയങ്കര പുള്ളി ആ സമയത്ത് നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ ആ സമയത്ത് ആ സിനിമ ഒരുപാട്, അത് മഹേഷ് ബാബു, സൂര്യ അങ്ങനെയൊക്കെ പോയിട്ട് വിജയ് വേലായുധം ചെയ്യണതിന്റെയും ഇടയിലും അങ്ങനെയൊക്കെ ഇതായിട്ട് ചെയ്ത ഒരു സംഗതിയാണ്. രണ്ടാമത്തെ വട്ടം കണ്ടിട്ടാണ് അത് സെറ്റ് ആയത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ഒരു കാര്യം പറയാം. എന്റെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെർസലാണ്. കാരണം ഞാൻ ആ സിനിമ കണ്ടത് അങ്ങനെയാണ്. കാരണം അന്ന് നമുക്ക് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. കാരണം അതെ, കാരണം നിങ്ങളൊക്കെ ഫാൻ ഷോക്ക് പോയിട്ട് ഫാൻ ഷോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കണ്ടായിരുന്നു. അതായത് 10 മണിക്ക് തുടങ്ങുന്ന സിനിമയ്ക്ക് ഞാൻ 7 മണിക്ക് കൗണ്ടറിൽ നിന്നത്. അപ്പൊ അങ്ങനെ അകത്ത് അപ്പൊ ഞാൻ അങ്ങനെ ആ സിനിമ, കാരണം ഓൾറെഡി തെരി പോലൊരു സിനിമ ചെയ്ത സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മളതിന് ഡിക്കോഡ് ചെയ്യണ്ടായിരുന്നു. എത്ര വിജയുണ്ട് ടീസറും ഭീകരായിരുന്നു. അത് നമ്മുടെ റൂബനല്ല, അയാള് ഭീകര. വിജയേന്ദ്ര പ്രസാദിന്റെ പേര് കണ്ടപ്പോ തന്നെ നമ്മളൊരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കൂടിയായിരുന്നു മനസ്സിലായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിജയേന്ദ്ര പ്രസാദ് സ്റ്റോറി, പിന്നെ നമ്മുടെ രമണഗിരി വാസൻ ഡയലോഗ്സ് എഴുതുന്നു, അറ്റ്ലി സ്റ്റോറി എഴുതാനിപ്പോ മ്യൂസിക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ GK വിഷ്ണു ഇൻട്രോ ആണ്. അറ്റ്ലി അതുവരെ ജോർജ് വില്യംസിന്റെ ഒപ്പമായിരുന്നു ചെയ്തു. അപ്പൊ പിന്നെ വടിവേലുവിന്റെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം കാരണം ആ സമയത്ത് AR റഹ്മാൻ ചെയ്ത വിജയ്ക്ക് വേണ്ടി സിനിമകൾ ഏറ്റവും ബെസ്റ്റ് മെർസലായിരുന്നു. കാരണം സർക്കാരും ബിഗിലും കുറച്ച് വീക്ക് മരിച്ചു മടുത്ത സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഫൈറ്റ് സീൻസിന് ബ്ലോക്ക് ഫൈറ്റ് സീൻസിനൊക്കെ വന്ന അത് അത് മുതൽ തന്നെ. കാരണം ഇന്ന് സംബന്ധിച്ചോളം ഞാൻ പടം കാണുമ്പോ ഞാനൊരു ഫാൻ ബോയ് ആയിട്ടെന്നെ പടം കണ്ടത്. നമ്മളിങ്ങനെ കാണുമ്പോ മറ്റേ ഫസ്റ്റ് മാജിക് ആണെങ്കിൽ സീൻ ഉണ്ടല്ലോ, നീ പട്ട് നെറുപ്പുണ്ട് പോയിട്ട് ഞങ്ങളിങ്ങനെ ഞാൻ ഫ്രണ്ടാ കണ്ടത്. അതങ്ങോട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് വിട്രിമാരുടെ സാധനം കാണിക്കില്ലേ. അപ്പൊ പിന്നെ ഞാൻ കാരണം ഭീകരായിരുന്നു അത്. ആ മ്യൂസിക്കും ഉണ്ടല്ലോ. അതെ 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 അതെ. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയാൻ പോക്കിരി റിലീസ് തന്നെയായിരുന്നു. അത് 2019 മറ്റേ ബിഗിലിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഇറങ്ങിയ ടൈമായിരുന്നു. ഞങ്ങളാ പോയത്. അത് ഫുൾ പാക്ഡ് ഓഡിയൻസ്. അത് സീറ്റിൽ ഇരുന്നിട്ട് തന്നെയല്ലേ മറ്റേ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. പ്രത്യേകിച്ച് നമ്മളെ റിവീൽ ചെയ്യാൻ സീൻ ഉണ്ടല്ലോ, സത്യമൂർത്തി അതൊക്കെ എല്ലാവർക്കും അറിയാം സംഗതി എന്താണെന്നുള്ളത്. അതെ അതെ, അതിൽ വടിവേലുവിന്റെ ക്യാരക്ടറിന്റെ പേര് ശങ്കറാണ് ഇട്ടേന്ന്. പിന്നെ ബോഡി സോഡ പേര്, ബോഡി സോഡ വെളിയില് കൂപ്പിടുന്ന പേര്, ഉള്ളില് രക്തക്കളരി എന്ന് പറഞ്ഞിട്ട് വേറെ പേരുണ്ട് പറഞ്ഞു. ഡയലോഗ് അതുപോലെ തന്നെ ബി കെയർഫുൾ തമ്പി അത് കുറങ്ക് പോകുന്ന വടപോച്ച
അപ്പോ ശരിക്കും പോക്കരി റിലീസ് ചെയ്ത സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലാഷ് റിലീസ് ആയിരുന്നു. അതായത് അജിത്തിന്റെ ആൾവാർ എന്ന് പറഞ്ഞൊരു സിനിമയോടൊപ്പം ഇറങ്ങി. ആ സിനിമ ഈ സിനിമയുടെ ഒപ്പാണ് ഇറങ്ങിയത്. ആലോചിക്കാലോ എന്താണ് അവസ്ഥ. അജിത്ത് വിജയുടെ അത്ര തന്നെ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ്. പക്ഷെ ആ സിനിമ ഭയങ്കരമായിട്ട് ഇതാവും, ഈ സിനിമ ഭയങ്കരമായിട്ട് വരും ചെയ്തു. നേരത്തെ പറഞ്ഞ മാതിരി മഹേഷ് ബാബുവിന്റെ വേറെ ചെയ്ത റീമേക്ക്, മഹേഷ് ബാബുവിന്റെ ഒറിജിനൽ അതിഭയങ്കരമായിട്ടൊരു സംഗതിയാണ്. ഇനി ഞാൻ കണ്ട സിനിമയിൽ ഫസ്റ്റ് ഫാൻ ഷോ എന്ന് പറയുന്നത് കത്തിയാണ്. അല്ല, ഫസ്റ്റ് ഫാൻ ഷോ തുപ്പാക്കിയാണ്. പക്ഷെ എന്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് കത്തിയാണ്. അത് ഞാൻ ആരോടത്ത് ഷെയർ ചെയ്യുന്ന സമയത്തും നമ്മുടെ നാട്ടില് ഇപ്പൊ ഷൊർണൂർ മേളത്തിൽ നിന്ന് കത്തി കണ്ട ആൾക്കാർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. കാരണം എന്താന്നാ പറയാ, ഇപ്പൊ നമ്മൾ തമ്മിൽ തന്നെ സിനിമ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് പടം തുടങ്ങി അത്ര അങ്ങോട്ട് ഇപ്പല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പിന്നീടാണ് കുറെ കഴിഞ്ഞിട്ട് സോങ് കഴിഞ്ഞിട്ടാണ് സ്റ്റോറി നമ്മുടെ തുപ്പാക്കിയുടെ സെയിം ഫോർമാറ്റ് ആണ്. പക്ഷെ തുപ്പാക്കി അത്ര രസകരല്ല കത്തിയുടെ ഫസ്റ്റ്. തുപ്പാക്കി ഭയങ്കര രസകരമായിട്ടാണ് പോകുന്നത്. അതെ, ആ ബസ് പൊട്ടിത്തെറിക്കൊണ്ട് പടം തുടങ്ങണമെങ്കിൽ പോലും തുപ്പാക്കി ഫസ്റ്റ് തൊട്ട് ഭയങ്കര രസകരം. പക്ഷെ കത്തി ഫസ്റ്റ് തൊട്ട് കുറച്ച് വീക്കാണ്. കത്തി ഫസ്റ്റ് തുടങ്ങണ കുറച്ച് സ്ലോ ആയിട്ടാണ്. അതായത് ഇവര് വിജയ ജയിലിൽ ഇവിടെ വന്നിട്ട് പാട്ട്, അപ്പോ പിന്നെ റൊമാൻസ് അങ്ങനെയൊക്കെ വന്നിട്ട് ഇതായിരിക്കും. ഇത് പറയാൻ വന്ന വിഷയത്തെ എല്ലാ സ്പീച്ചിന്റെ സീൻ തൊട്ടിട്ടാണ് സിനിമ ട്രാക്കിലേക്ക് കയറുന്നത്. അതുപോലെ വിജയുടെ അവസ്ഥ കിട്ടേണ്ട ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തു പറയേണ്ട സാധനം. അനിരുദ്ധ് നമ്മൾ ആദ്യം ആ സമയത്ത് എന്തേ സാരിസ്വരതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തുപ്പാക്കി ഭയങ്കര സക്സസ് കോംബോ ആയിരുന്നു അത്. തുപ്പാക്കി നൻപനും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ കോംബോ വരേണ്ടത് അനിരുദ്ധ് അന്ന് മെയിൻ ആക്ടേഴ്സിന്റെ സിനിമ ഒന്നും ചെയ്തു, ധനുഷിന്റെ സിനിമകളൊക്കെ ചെയ്തു. അപ്പൊ ഇത് വന്നു നോക്കുമ്പോഴാണ് എനിക്കിപ്പോ തോന്നുന്നത്, ഇപ്പോഴും തോന്നുന്നത് അനിരുദ്ധിന്റെ ബെസ്റ്റ് OST കിടക്കണത് കത്തിയല്ലേ. അതുപോലെ തന്നെ ഒരു സോഷ്യലി റെലവന്റ് ആയിട്ടൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എങ്ങനെ ഏറ്റവും കർഷകരുടെ പ്രശ്നങ്ങളെ പറ്റി പറയുന്ന സിനിമകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കത്തിയും ഒന്ന് മറ്റുള്ളത്. അത് സത്യം തന്നെയാണ്. കാരണം അത് ഉണ്ടാക്കി വെച്ച ആൾക്ക് പോലും അതിനുശേഷം അടുത്തത് ഞാൻ എന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ലിയാണ്. ഗില്ലി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്ന ആദ്യം കാണാൻ പോകുന്നത് രാവിലത്തെ ഷോക്ക് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ആ സിനിമ ചെറുതാണ് അന്ന് വിജയ് ആരാധകർ ഒരു കുട്ടിക്കൂട്ടായിട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പോയി. ഇത് റീമേക്ക് ആണെന്നുള്ള കാര്യമൊന്നും അങ്ങനെ അന്ന് അറിയില്ല. പക്ഷെ കബഡി എന്നുള്ളൊരു സാധനം അത് ഞങ്ങളന്ന് കളിച്ചോണ്ടിരുന്നിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഇന്നത്തെ പോലെയല്ല, ഔട്ട്ഡോർ ഗെയിംസ് അല്ല കൂടുതൽ. നമ്മള് കബഡി എന്നുള്ള കാര്യം, പിന്നെ വിജയുടെ ഇത്രയും ഡാർലിംഗ് ആയിട്ടൊരു ക്യാരക്ടർ, അതായത് ആ ശരവണവയിൽ എന്ന് പറഞ്ഞ സാധനം, അതായത് അനിയത്തിയോടുള്ള സംഗതി, അമ്മയോടുള്ള സംഗതി, കൂട്ടുകാരോടുള്ള സംഭവം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റണ ഒരു കാര്യം. അതേസമയം അവിടുത്തെ വില്ലന്മാരോട് റെക്കറായിട്ടാണെങ്കിലും അനിയത്തിയോട് അമ്മയോടൊക്കെ അത്രയും അത് ആ സിനിമയിൽ പവർഫുൾ ആയിട്ടുള്ള വില്ലനാണ്. അത് ഭയങ്കരമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പിന്നീട് ഇപ്പൊ കാണുമ്പോ മലയാളത്തിൽ രുദ്രാക്ഷം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സിനിമ ഉണ്ട്. ഗില്ലി മലയാളീകരിച്ച മാറ്റൊരു സിനിമ. അതായത് നായകൻ തുടക്കം മുതൽ നായികനായിട്ട് ക്ലൈമാക്സ് വരെ. ഇതിപ്പോ ഗില്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാസാഗറിന്റെ സൂപ്പർ. ഇന്നും പലരും പലരും എന്താ പറയാ കാറിൽ പോകുമ്പോ പക്ഷെ എന്റെ ഫേവറേറ്റ് കൊക്കരക്കൊക്കെ. എനിക്ക് എനിക്ക് ആ സൂറത്തെ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. പിന്നെ ഇത് തുടക്കത്തില് ഒരു ടൈറ്റിൽ ഉണ്ട്, കബഡി കബഡി ആ സാധനം. അത് പിന്നീട് നമ്മൾ അനിരുദ്ധ് അതിൽ പൊന്നമ്പലൊക്കെ അവിടെ നിന്നാണ് കുറച്ച് കോമിക്കലായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനിപ്പോ നമ്മളിപ്പോ തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി നമുക്ക് അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ പെർഫോമൻസ് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കുറെ പറയാനുണ്ടാവും. അപ്പൊ അതുമാതിരി തന്നെ നമ്മളിപ്പോ സിനിമകളുടെ കാര്യം പറയുമ്പോഴേ ആക്ച്വലി നന്റെ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് 10 വയസ്സുള്ളൂ. അതായത് ഇപ്പൊ ബാറ്റായിക്കാരനൊക്കെ നമ്മുടെ തൊട്ടടുത്ത് റിലീസായിട്ട് നമുക്ക് കാണാൻ, ഇതിപ്പോ അന്ന് അച്ഛനും മനോണ്ടൊക്കെ അത് കാണാൻ പറ്റിയത്. അപ്പൊ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെ.
അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ് നൻപൻ എടുത്തു പറയുന്നത്. കാരണം നൻപൻ അന്ന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ പിന്നീട് കണ്ടപ്പോഴാണ് എനിക്ക് പേഴ്സണലി 3 ഇഡിയറ്റ്സിനെക്കാട്ടി ഇഷ്ടമാണ് സിനിമ. പെർഫോമൻസ് വൈസ് തൊട്ട് വിജയ് അത് നന്നായിട്ട് തന്നെ മുപ്പര് അഭിനയിച്ച സിനിമയാണ്. അതുപോലെ തന്നെ എനിക്കൊരു പടം കൂടി പറയാനുണ്ട്, കത്തി. അത് മുപ്പര് ജീവാനന്ദ എന്നുള്ള ക്യാരക്ടർ, അത് മതി ആ പടം തന്നെ ഓർത്തിരിക്കാനായിട്ട്. അടുത്തത് നിന്റെ ഏതാ? എനിക്ക് പറയുമ്പോ തുള്ളാതെ കുട്ടി, അതൊരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്ര ഓപ്പോസിറ്റ് ഒരാളെ വരുമ്പോ മാത്രം തല്ലുന്നുള്ളൂ, അല്ലാത്ത പക്ഷെ അത് പാവാണല്ലോ. പ്രത്യേകിച്ച് ആളാ അമ്മ മരിക്കണ സീന്, സിമ്രാന്റെ അടുത്ത് ആ കവർ ചെയ്തിട്ട് ആളെ ബാത്റൂം പോയിട്ട് കാണാൻ നല്ല ഭംഗി. പിന്നെ ആളാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ആളെ പിന്നെ ആ സിനിമ സെന്റിമെന്റൽ. ഞാന് പല സിനിമകളും ഭയങ്കരമായിട്ട് റീവാച്ച് ചെയ്യാറുണ്ട്. തുള്ളാത്മനം തുള്ളു ഞാൻ അങ്ങനെ റീവാച്ച് 20 കോടി സോങ്സ് ഭയങ്കര എല്ലാം നമ്മൾ എടുത്ത് പറയണം. ഭയങ്കര, അതായത് എല്ലാ പാട്ടുകളും ഹിറ്റാണ് വരുത്തുന്നത്. ഇനി എനിക്ക് വന്നിട്ട് പ്രിയമുടൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഇൻസെൻസ് അല്ലേ? നിങ്ങളാണത് സജസ്റ്റ് ചെയ്തത്. ആ സിനിമ കണ്ടു. എന്താ പറയാ, ഒരു മെയിൻ ലീഡ് ആയിട്ടുള്ള ഹീറോ ഒരു നെഗറ്റീവ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കണ കാരണം നമുക്ക് തന്നെ ഇയാള് ചെയ്യണതല്ല, ശരിയല്ലാന്ന് നമുക്ക് തോന്നി. പക്ഷെ അയാൾ അതിന് ന്യായീകരണം കണ്ടിട്ടുണ്ട്. അയാൾക്ക് ഒരു പെണ്ണിനോടുള്ള സ്നേഹം. പക്ഷെ എന്താ പറയാ, ക്ലൈമാക്സ് ടുവേർഡ്സ് ക്ലൈമാക്സ് എടുക്കുമ്പോഴും അയാള് വില്ലൻസിന്റെ നിൽക്കും. നായികക്ക് തന്നെ അയാൾ തന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തില് ഒരു പെർഫോമൻസ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല. ആക്ച്വലി അങ്ങനെ ഒരു സിനിമ ഉള്ള കാര്യം കുറെ പേർക്ക് അറിയില്ല. കാരണം പുള്ളിയുടെ നെഗറ്റീവ് റോള് പറയുമ്പോൾ പലരും മറ്റേ ATM സിനിമയത്തെ കാര്യം പറയുന്നത്. അത് പക്ഷെ അത് ഈ സിനിമ കാണാത്തവരാണ് അത്. കാരണം കുറെ പേര് പറയാം, അജിത്ത് മംഗളത്തിലെ ജിതന്മാര്, സൂര്യ 24 ജിതന്മാര്, വിജയ് ഇതിൽ പറയുമ്പോ അവർ ആക്ച്വലി സിനിമ കണ്ടിട്ടില്ല എന്നുള്ള സത്യം. ഓൾറെഡി അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അതേമാതിരി എനിക്ക് പറയാനുള്ള എനിക്ക് തോന്നുന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഞാൻ പറയാം. ഫാസില് കാതലിക്ക് മര്യാദയ്ക്ക് ശേഷം വിജയോടൊപ്പം ചെയ്ത കണ്ണുക്കുൾ നില എന്ന് പറഞ്ഞു. വിജയുടെ പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പടമാണ് അത്. ഇളയരാജയുടെ മ്യൂസിക്, പാട്ടുകളും ഭയങ്കരമാണ്. അതേമാതിരി ആ ഒരു നാൾ ഒരു കനവ്, ആ ശാലിനി തന്നെയാണ് അതിൽ. ആ സമയത്ത് ആണ് വിജയുടെ കല്യാണം ഉറപ്പിക്കുന്നത്. അവര് വിജയുടെ വൈഫ് അവിടെ ഗസ്റ്റ് ആയിട്ട് വരികയൊക്കെ ചെയ്തു ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് പിക്ചർ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ വിജയ് ഒരു ഇൻസിഡന്റിന് ശേഷം കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ അഭിനയിച്ചത്. ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആ ക്യാരക്ടറിനോട് വന്നൊരു അടുപ്പുണ്ട്. അതില് ഗൗതം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് തോന്നുന്നു എനിക്ക്. ആ സംഗതിയാണ് എന്റെ മനസ്സിൽ ഒരു പെർഫോമൻസ്. അയാൾ കോംപ്ലക്സ് ആയിട്ട് അയാൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് ആ ക്യാരക്ടർ പോകുന്നതാണ്. അത് പെട്ടെന്ന് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ശരിയാകുമ്പോൾ അയാളൊരു മാറ്റം കാണിക്കുന്ന ഒരു ഇതുണ്ട്. അതെനിക്ക് നന്നായി തോന്നിയത്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ വൺ ലാസ്റ്റ് ടൈം എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇതിനു ശേഷം അദ്ദേഹം മുഴുനീള രാഷ്ട്രീയക്ക് പോയാലും ശരി, അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ആരാധകർ എപ്പോഴും പഴയ മാറ്റത്തിനെ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും